ഹലോ ഗൈസ്, നമ്മൾ രാവിലെ എണീച്ചതും കോഴി വാങ്ങാൻ പോകണ്ട. എന്തിനാണെന്നറിയോ? നേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബിരിയാണി വെക്കണം. അപ്പോൾ അതിന് കോഴി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ്, കോഴിനെ നമ്മൾ അവിടെ കൊല്ലാനിട്ടിട്ടുണ്ട്. അപ്പോൾ ആളത് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. സവാള, മല്ലിയില, കാശ്മീരി ചില്ലി പൗഡർ. നമുക്കപ്പോൾ അര ലിറ്റർ ഗോൾഡ് വിന്നർ. ചുവപ്പ് ഹാർപ്പിക്കുണ്ട്, നീല ഹാർപ്പിക്കുണ്ട്. ഏതാ വേണ്ടി? ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചേക്കും അല്ലേ? ഹാർപ്പിക്കിന് പ്രമോഷൻ. അതാ ചേച്ചി പച്ചക്കറി വാങ്ങിക്കാട്ടാ. സവാള, ഉള്ളി എല്ലാം വാങ്ങിക്കാണ്. നാരങ്ങ, പച്ചക്കറിയൊക്കെ വാങ്ങി. ഇനി അരിയും ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചത് എടുക്കാനും ഉണ്ട്. ഓക്കെ, ചിക്കൻ കിട്ടി. നമുക്ക് അരി വാങ്ങണം ബിരിയാണിക്ക്. അപ്പൊ ഗൈസ്, നമ്മളിതാ ബിരിയാണിക്കുള്ള അരിയും കൂടി വാങ്ങി. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഇത് നമ്മള് കുറഞ്ഞത് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇതില് മസാല പിടിക്കില്ല. ഇതൊക്കെ യൂട്യൂബിൽ കണ്ടതാട്ടാ. യൂട്യൂബ് നോക്കിയിട്ട് അറിയുള്ളൂ അല്ലേ? വലിയ ഷെഫാണ് യൂട്യൂബ്. ഞാനിടില്ല, ഞാൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കും. ഷെഫ് മാറി. ഞാൻ തിരിച്ചു വന്നു. ചായ, യൂട്യൂബ് ഷെഫ്. ചായ. ഹലോ ഗൈസ്, ഇവിടെ ഒരാളുണ്ട് ഗൈസ്. നമ്മള് ഏത് കേക്കാണ് മുറിക്കാൻ പോണേ? ചോക്ലേറ്റ് കേക്കാണ് മുറിക്കാൻ പോണത്. ഓക്കെ ഓക്കെ, ബൈ പറ. ബിരിയാണി അങ്ങനെ റെഡിയായി അല്ലേ? ഹാപ്പി ഷെഫ് ഹാപ്പി. നന്നായില്ലേ? വലിയ ചിക്കൻ വേണോ ഉണ്ണിക്ക്? അതെന്താ ചിക്കൻ വേണ്ടാത്ത? എന്താ വേണ്ടാത്ത? ആരെയാണ് മിക്സിയിൽ അരയ്ക്കാൻ പോണത്? ആരെയാണ് അരയ്ക്കുന്നത്? അല്ല, കട്ട് ചെയ്യാൻ അരി മുട്ടിക്കാനും പാടില്ല. ക്ഷമ കെട്ടിട്ടാണ്. മാമൂന് കൊടുക്കടാ. നന്നായിട്ട് ഇതിലൊന്നും നോക്കാം. നന്നായിട്ട് സ്വന്തം അമ്മ അന്നൊരു ദിവസം രാവിലെ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. ഞാനത് പൂച്ചയായിട്ട് പണിങ്ങിയാലോ രാവിലെ. ഒരു ഉമ്മ കൊടുക്കേ, ക്യാമറ കൊടുത്തോ.